അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയായതുമായ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. ഇന്ന് നമ്മൾ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ നെയ്യിൽ നമ്മൾ ആവശ്യത്തിന് കശുവണ്ടിയും അതുപോലെ തന്നെ കിസ്മിസും വറുത്തെടുക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഇത് വറുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള റവ വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 1.25 കപ്പ് റവയാണ് വറുക്കുന്നത്. നെയ്യിലിട്ട് വറുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതാ ഇപ്പോൾ ഈ റവയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. റവ നന്നായി വറുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, തണുത്ത വെള്ളം ഒഴിക്കരുത്. 1.25 കപ്പ് റവയ്ക്ക് ഞാനൊരു 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, പകരം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് കുറുകി വരുന്നത് വരെ കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകും, അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കണം. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഇതേ സമയം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കശുവണ്ടിയും കിസ്മിസും ആഡ് ചെയ്യാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ പാത്രത്തിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും. അതുകൊണ്ട് നല്ല ഷേപ്പുള്ളൊരു പാത്രം എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെ നന്നായിട്ട് നെയ്യ് തടവിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ വിട്ട് വരാൻ പ്രയാസമായിരിക്കും. ഞാനിവിടെ ഇതാ 2 പാത്രത്തിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിലും ഒരു ചെറിയ പാത്രത്തിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്, തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിത് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കട്ടെ.